അപ്പോൾ ആൻ്റണിയുടെ ഫാമിലിയും നമുക്കിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻ്റണിയുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ട്വിൻ ബ്രദർ ജോർജാണ്. അപ്പം ജോർജും നല്ലൊരു ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ആളാണ് ഈ JEE. അപ്പോൾ ജോർജിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആൻ്റണിയുടെ അമ്മയോട് ചോദിക്കാം. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഇത്ര നല്ലൊരു വിജയം 2 മക്കൾക്കും കിട്ടിയിരിക്കുകയാണ്. ഇവർ തുടക്കം മുതലേ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ഇവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കും ചെയ്യുമായിരുന്നു. വീട്ടിൽ നിന്ന് നല്ല മോട്ടിവേഷൻ, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴും. എങ്ങനെയെങ്കിലും ഇത് കിട്ടണമെന്ന്, നന്നായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളിയാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്തിരുന്നത്. ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല 2 പേർക്കും ഇത്രയും നല്ലൊരു മാർക്കൊക്കെ കിട്ടുമെന്ന്. എല്ലാ മഹത്വവും ദൈവത്തിന്. അമ്മ എന്താണ് ചെയ്യുന്നത്? ഞാൻ രാജഗിരി കോളേജിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ചെറുപ്പം മുതലേ 2 പേരും ഒരു പഠിക്കുന്ന, അതായത് പറഞ്ഞു കൊടുക്കാതെ തന്നെ സ്വന്തമായി സമയം കണ്ടെത്തി പഠിക്കുന്ന ഒരു ടൈപ്പ് പിള്ളേരായിരുന്നോ? അങ്ങനെ ആയിരുന്നു. അവര് ചെറുപ്പത്തിലെ മുതൽ നമ്മളൊന്ന് ഗൈഡ് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കൊടുത്താൽ അവർ പിന്നെ അങ്ങ് തന്നെ ചെയ്തോളും. മാത്സും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ തമാശയായിട്ട് പലരോടും പറയും, ഇവർ തല്ലുകൂടുകയാണെങ്കിൽ ഞാനപ്പോൾ കണക്കിൻ്റെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, പിന്നെ തല്ലൊക്കെ നിർത്തി അതിൻ്റെ ഉത്തരം കാണുന്നിടം വരെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അത് ഞാൻ പണ്ട് മുതലേ നോട്ട് ചെയ്തിട്ടുണ്ട്. മാത്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് വേണം ഇത്ര നല്ലൊരു വിജയത്തെ കാണാനായിട്ട്. മാത്സിനോടും ഫിസിക്സിനോടുള്ള താല്പര്യമാണെന്ന് 2 പേരും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവരുടെ പഠനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതിനെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കുമല്ലോ പേരൻസിൻ്റെ നിലയിൽ നിങ്ങൾ 2 പേരും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? അവർ സിസ്റ്റമാറ്റിക്കായിട്ട് പറയുന്ന ബുക്സ് എല്ലാം മേടിച്ചു കൊടുക്കും. പിന്നെ ടെസ്റ്റൊക്കെ കൃത്യമായിട്ട് എഴുതും. ആബ്സെൻ്റ് ആവാതെയൊക്കെ കഴിയുന്നത് നോക്കും. പിന്നെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ഹസ്ബൻഡ് ഡ്യൂട്ടിയാണ്. അദ്ദേഹം ലേറ്റ് നൈറ്റായിട്ട് ഞങ്ങൾ അവരെ ഒത്തിരി നേരം ഇരിക്കുന്നില്ലെന്ന് എൻഷുർ ചെയ്യും. മൊബൈലൊക്കെ 11 മണിയൊക്കെ കഴിഞ്ഞാൽ മൊബൈലൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മോണിറ്ററിങ് നമ്മുടെ വീതം ഉണ്ടായിരുന്നു. പിന്നെ അവരും ഫോക്കസ്ഡ് ആണ്, അവർ ചെയ്തോളും. നമുക്ക് അങ്ങനെ ഒത്തിരി പ്രഷറൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഫ്രാൻസിസ്. സാർ വർക്ക് ചെയ്യുന്നത്? ഞാൻ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൽ എഞ്ചിനീയറാണ്. അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു പിൻഗാമികളായിട്ട് ഇതേ ഇപ്പോൾ 2 പേര് വരുന്നു. അതുപോലെ തന്നെ മൂത്തവനും കിട്ടി, അവൻ IIT ധൻബാദിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. ആ ഒരു വഴിയിലേക്ക് തന്നെയാണ് അതൊരു ഭയങ്കര മോട്ടിവേഷൻ. ചേട്ടൻ അവിടെ ആയെന്നുള്ള ഇത് അവർക്ക് എപ്പോഴും ഒരു ഡ്രൈവ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അച്ഛൻ എന്ന നിലയിൽ സാറും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. കാരണം അച്ഛൻ എഞ്ചിനീയറാണ്, നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പം മക്കൾക്ക് അതുപോലെ തന്നെ IITകളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് പോവുകയാണ്. ഒരു മോൻ അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഫാമിലിയിൽ എന്ന നിലയിൽ എല്ലാം ഒരു മോട്ടിവേഷൻ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ അമ്മ ആദ്യമേ സൂചിപ്പിച്ചു ഇവരുടെ കാര്യങ്ങൾ കൂടുതലും, പ്രത്യേകിച്ച് ഈ രാവിലെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ഫാദർ എന്ന നിലയിൽ താങ്കളാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. രാവിലെ ഇവരെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അവരങ്ങനെ അവസാന 10 മിനിറ്റ് 15 മിനിറ്റുള്ളിൽ അവർ എഴുന്നേൽക്കുള്ളൂ. അതെല്ലാം ഞാൻ പലയിടത്തും ചോദിക്കും, പിള്ളേരെല്ലാം അങ്ങനെയാണ്. പക്ഷെ അവർ കേപ്പബിളാണ്. നമ്മൾ അങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ രാവിലെ എഴുന്നേൽപ്പിക്കാൻ മാത്രമേ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. അത് ബാക്കിയൊക്കെ അവർ കേപ്പബിൾ, അവർക്ക് ചെയ്യാൻ പറ്റും. അത് അവർക്കറിയാം. അത് വേണമെന്ന് വെച്ചാൽ അവർക്ക് പറ്റും. അതെ. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കാമെന്നുള്ളൊരു തീരുമാനം ഇവർ സ്വന്തമായിട്ട് പ്രകടിപ്പിച്ചിരുന്നോ സ്കൂൾ പഠനകാലത്ത്? കാരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പം എങ്ങനെ വേണം, ഏതിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച്? ഇല്ല, മെഡിക്കൽ ഞങ്ങളുടെ ഇതിനകത്ത് ആരും അങ്ങനെ ആയിട്ടില്ല. ഇവർക്കും അതിനകത്ത് താല്പര്യങ്ങളൊന്നുമില്ല. മാത്സും ഫിസിക്സും ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ തന്നെ ചെറിയ കണക്കുകളൊക്കെ ഇവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് വേറെ മെഡിസിനുള്ള ഇതേ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇത് IIT കിട്ടുകയെന്ന് വെച്ചാൽ കിട്ടിയാൽ ഭാഗ്യം. അത് പറഞ്ഞ് കിട്ടിയാൽ നല്ലതാണെന്ന് അവരുടെ അടുത്ത് പറയും. അത് കിട്ടുന്നത് നമുക്ക് എനിക്കൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാനും ഒക്കെ നോക്കിയിട്ടൊന്നും നമുക്കൊന്നും ആ കാലത്ത് പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് അവർക്ക് കിട്ടിയാൽ വളരെ സന്തോഷം. അതിനകത്ത് അങ്ങനെ കിട്ടിയാൽ അപ്പോൾ അത് ഇതിന് മെയിൻസിൻ്റെയും നല്ല മാർക്ക് കിട്ടിയാലും വളരെ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ 2 പേരും ട്വിൻ ബ്രദേഴ്സാണ്. അപ്പം ജോർജിനെ സംബന്ധിച്ച് ജോർജിനും നല്ലൊരു സ്കോറ് JEE കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഒന്നിച്ചായിരുന്നോ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം? ഒരുമിച്ചല്ല പഠിക്കണം. പക്ഷെ എനിക്ക് സംശയം വന്നാലൊക്കെ അവനോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെ പല കാര്യങ്ങളും സോൾവ് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ ചെറുപ്പം മുതലേ? മാത്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. ചെറുപ്പം മുതലേ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, എന്നാലും ഉള്ളതിൽ ഇതാ എനിക്ക് ഇതായിട്ട് തോന്നി. അപ്പോൾ മോനെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ആദ്യം തന്നെ സ്കൂളിനെ പറ്റി പറയുവാണെങ്കിൽ 2 വർഷം ഫുൾ സ്കൂൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തായിരുന്നു.
നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയം കൃത്യമായിട്ട് കിട്ടിയിരുന്നു. പിന്നെ ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർ സ്റ്റീഫൻ സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ ക്യാഷ് പ്രൈസും പേനകളും ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ കോർഡിനേറ്റർ നിഖിൽ സാർ, ക്ലാസ് ടീച്ചർ സെബാസ്റ്റ്യൻ സാർ, ഇവരൊക്കെ 2 വർഷം ഫുൾ ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞങ്ങൾ മാർക്ക് കുറയുവാണെങ്കിലും സപ്പോർട്ട് ചെയ്യും, എല്ലാം മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ 2 വർഷം ഫുൾ ബ്രില്യൻറ്റിൻ്റെ സ്കൂളിലെ സപ്പോർട്ടിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻ്റണിക്കും അതുപോലെ തന്നെ ജോർജിനും ഇനിയുള്ള പരീക്ഷകളിലും ഇതുപോലെ തന്നെ നല്ലൊരു സ്കോർ കിട്ടട്ടെ. ജെ അഡ്വാൻസിന് നല്ലൊരു സ്കോർ നേടാനും ആഗ്രഹിച്ച IITകളിൽ തന്നെ 2 പേർക്കും എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻ കുടുംബം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.